വിശ്വം മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളിക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കേരള ബോയ് ഫിഷിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു കുഞ്ഞൻ വീഡിയോ ആണ് നമ്മളെപ്പോഴും ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മൾ വലിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഷോർട്ട് വീഡിയോസ് എല്ലാവരും പറയുന്നു ലോങ് വീഡിയോ പറഞ്ഞിടുന്നു. പിന്നെ നമ്മൾ മിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 4 ബ്രാൻഡുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് 4 ബ്രാൻഡും കൂടി ചെയ്യാം, കാരണം എല്ലാവരും 4 ബ്രാൻഡ് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രോഗി വാരിയറുടെ നാച്ചുറൽ എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കിട്ടില്ല നോക്കിയാൽ ഹുക്കപ്പ് റേഷ്യോ ഒക്കെ ഉണ്ടല്ലോ, പുളിപ്പൻ. പിന്നെ അതിൻ്റെ സ്പിന്നർ നോക്കിയാൽ ഡബിൾ സ്പിന്നറാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ കണ്ടാ, ഡബിൾ സ്പിന്നറാണ് വന്നിട്ടുള്ളത്. ഇത് തകർത്തു ഗൈസ്. എൻ്റെ എക്സ്പീരിയൻസിൽ കിട്ടില്ല ഫ്രോഗാണ്. കാരണം ഞാൻ ആൾക്കാർ പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷേ എടുത്ത് യൂസ് ചെയ്തപ്പം പുള്ളിപ്പം സാധനം. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മളെടുത്ത് കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സാധനം ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ലോക്കായി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാറുണ്ട്. അപ്പോൾ സ്പിന്നർ ഇടയ്ക്ക് തിരിയാതെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ സ്വാപ്പ് ഇങ്ങനെ പവറിലൊന്നും ഇങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചിട്ട് പിന്നെ ഇടുകയാണെങ്കിൽ കറക്റ്റാവും. അത് ജസ്റ്റ് എറിയണ സമയത്ത് ഇവിടെ ഒരു സ്പ്ലിറ്റ് റിങ് വരികയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫ്രോഗി വാരിയർ ഇറക്കുന്ന സമയത്ത് ഈ സ്പ്ലിറ്റ് റിങ് ഒന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ പൊളിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഒരു ലോക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കുള്ളൂ, എപ്പോഴും ഇല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് മാത്രമേ ഞാൻ അതിലൊരു ഡിഫോൾട്ട് കണ്ടുള്ളൂ. ബാക്കിയൊക്കെ പൊള്ളിപ്പ സാധനം. ചെറുത് മുതൽ വണ്ടപ്പം മീൻ വരെ അടിയായിരുന്നു. കുറേ മിസ്സുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവാണ് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നില്ല അവർക്ക് കൃത്യമായിട്ട്. അപ്പോൾ കുറച്ച് സ്ട്രൈക്കുകൾ അതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ കിഡിലൻ ഫ്രോഗ് യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് അധികം ബോറാക്കുന്നില്ല, പോയിട്ട് വീഡിയോ കണ്ടേക്ക്. പിന്നെ പറയാൻ മറന്നുപോയി, സബ് ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ട് സബ് ചെയ്യുക മറക്കല്ലേ ഗൈസ്. സബ് ചെയ്ത് കഴിഞ്ഞ് പ്ലീസ്, നമ്മൾ 2K അടിക്കാറായിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ പ്ലീസ് സബ് ഗൈസ്. അപ്പോൾ സൈനിങ് ഓഫ്. പോയി വീഡിയോ കണ്ടേക്കിട്ടാ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം, കുടുങ്ങും. പോയി എൻ്റെ പൊന്നെ, കൊണ്ട മീനായിരുന്നു. എടോ നാടൻ ഹെവി നാടൻ ഗൈസ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പിടിച്ചാൽ ഏതല്ല ഇത് വിട്. എടാ നാടൻടാ ഗൈസ്. കുറേ നാളായി നാടനെ കണ്ടിട്ട്. സീരിയസ്ലി പറയാമല്ലോ, ഞാൻ വെച്ചാൽ ഇത് മറ്റേ എക്സ്റ്റിങ്ഷൻ ആയിപ്പോയി വിചാരിച്ചു സീരിയസ്ലി. തനി നാടൻ സാധനം ഗൈസ്. സാരമൊക്കെ ഉണ്ട് ഗൈസ്, തനി നാടൻ. ഇനി പെല്ലറ്റും നാടനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നെങ്കിൽ സിമ്പിളാണ്. എനിക്ക് ഇതേ യെല്ലോ ഷെയ്ഡ് കണ്ട, ഫുൾ യെല്ലോ കളർ ആയിരിക്കും, കണ്ടില്ലേ? ഇത് കിട്ടില്ല സാധനം. എൻ്റെ അടുത്ത് ഫോട്ടോ അല്ല, ജസ്റ്റ് ഇങ്ങനെ അടിച്ചായി. ഇത് നോക്കി ഗൈസ്, കണ്ട നല്ല കിട്ടില്ല സാധനം ഗൈസ്. ഇടാ റിയലി ലവ്ഡ്. ഇനി വേറൊരു സിമ്പിളായ സാധനം കാണിച്ചു തരാം. ഫ്രോഗ് ഇരിക്കുന്ന കാണിച്ചു തരാം. ഇതടിച്ച് കാണിച്ചു കൊടുത്താ എന്താ ഫ്രോഗ് ഇരിക്കുന്നുണ്ട. ഫ്രോഗി വാരിയറുടെ നാച്ചുറൽ എന്ന് പറഞ്ഞ ഫ്രോഗാണ് ഇരിക്കുന്നത്. കിണ്ണം കാച്ചി സാധനമാണ് ഗൈസ്. കിട്ടില്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. മീനെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോ, കിണ്ണം കാച്ചി മീനാണ് കണ്ട. തകർപ്പ സാധനം ഗൈസ്. റിയലി ലവ് ദിസ് ഫ്രോ. ഒരു രക്ഷല്ല പറയണ്ട. പ്രത്യേകിച്ച് ഫ്രോഗി വാരിയറുടെ നാച്ചുറൽ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. കിണ്ണം കാച്ച റിസൾട്ടാണ് ഗൈസ്. എനിക്ക് റിയലി ലവ്ഡ് ഇറ്റ് എന്ന് പറയില്ലേ, എന്താ പറയുക, നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവും. കണ്ടില്ലേ സാധനം കണ്ട, ഇതാണ് ഫ്രോഗ്.
കണ്ടില്ലേ, കിണ്ണം ഫ്രോഗാണ് ഗൈസ്. അതായത് പുള്ളിപ്പ സാധനം. അതുപോലെ മീനും കിണ്ണൻ ഹെവി സൈസ്. അയ്യോ കിലുക്കി. അപ്പോൾ എന്തെങ്കിലും അയച്ചാ വിറകളുടെ ഇടയ്ക്കാണല്ലോ. ഓ ഈ ഗൈസ് പോയി. കിട്ടില്ല മീനായിരുന്നു ഗൈസ്, പോയി. കൊണ്ടില്ല ഗൈസ്, കൊണ്ടില്ല. ഗൈസ് ഗുഡ് സ്ട്രൈക്കായിരുന്നു, പക്ഷെ അത് കൊണ്ടില്ല. ഞാൻ കുറച്ച് ധൃതി കൂട്ടി. സീരിയസ്ലി എൻ്റെ ഫോൾട്ടാണ്. ഈ പിന്നെയും കൊണ്ടില്ല. എൻ്റെ പൊന്നെ എന്ത് സാമാനോ അത്. കൊണ്ട ഹെവി മീൻ. എടാ കൊള്ളുന്നില്ലല്ലോ ഇവിടെ അടിയൊന്നും. കുറച്ച് വെള്ളമുള്ള കാരണമാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ, ഫിഷ് ഓൺ. നാച്ചുറൽ ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ ഗൈസ്. നാച്ചുറൽ ഫ്രോഗി വാരിയർ നാച്ചുറൽ ഗൈസ്. വേണ്ട എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ പറഞ്ഞ ഇത് കാരണമാണ് നമ്മളിപ്പോൾ ഇത് സാധനം എടുത്തിരിക്കുന്നുണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ സാധനം അടിപൊളിയാണ്, കൊള്ളാം കേട്ടോ. കിട്ടില്ല മീനിതാ ഒരു ലൈക്ക് ഒരു 300-400 ഗ്രാം സൈസ്, അത്രേ ഉള്ളൂ. വേണ്ട അയ്യോ എൻ്റെ കൈ ജസ്റ്റ് മിസ് ഡിഫറമിടാല്ലേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ഗൈസ്, സീരിയസ്ലി. ഫ്രോഗി നാച്ചുറൽ കൊള്ളാം, തകർപ്പൻ സാധനം. ഹുക്ക് കയറിക്കണം കാണിച്ചു തരാം ഗൈസ്. വേണ്ട കിട്ടിലനായിട്ട് ഹുക്കായിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്വാളിറ്റിയാണ്. വേണ്ട റബ്ബറൊക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ നല്ല ഹുക്ക് കയറിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. നല്ല സ്പിന്നർ, ഡബിൾ സ്പിന്നർ വരുന്ന ഫ്രോഗി വാരിയറിൻ്റെ നാച്ചുറൽ എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ. കൊള്ളാം സാധനം, കൊള്ളാം, കിടിലൻ സാധനം. ഐ ലൈക്ക് ഇറ്റ്.